യുവേഫ നാഷൻസ് ലീഗിൽ ഉജ്ജ്വല ജയവുമായി നെതർലാൻഡ്. ബോസ്നിയയെ 5-2 ഓറഞ്ച് പട തകർത്തുവിട്ടത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ യുവതാരം ജോഷുവ സിർക്സി ഡച്ച് ടീമിനായി ഒരു ഗോളും ഒരു അസിസ്റ്റും സ്വന്തമാക്കി. നെതർലാൻഡ് സീനിയർ ടീമിനായി ഇതാദ്യമായാണ് സിർക്സി ഗോളടിക്കുന്നത്. റെയിൻഡേഴ്സ്, ഗാക്പോ, വെഗോസ്, സാവി സിമൺസ് എന്നിവരും നെതർലാൻഡിനായി സ്കോർ ചെയ്തവരിൽ ഉൾപ്പെടുന്നു. കളിയിൽ പൂർണ്ണമായി ആധിപത്യം പുലർത്തിയ ഓറഞ്ച് പടക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ബോസ്നിയക്ക് കഴിഞ്ഞില്ല. ബോസ്നിയൻ ഗോൾ കീപ്പർ നിക്കോളോ വസിൽജിന്റെ മികച്ച സേവുകളും ബോസ്നിയൻ പ്രതിരോധവുമാണ് കൂടുതൽ ഗോൾ വഴങ്ങുന്നതിന് നിന്നും ബോസ്നിയയെ പിടിച്ചു നിർത്തിയത്. കളിയുടെ തുടക്കം മുതൽ മികച്ച മുന്നേറ്റങ്ങൾ നടത്തിയ നെതർലാൻഡ് കളിയുടെ 15ാമത്തെ മിനിറ്റിൽ തന്നെ ബോസ്നിയക്ക് ആദ്യ പ്രഹരമേൽപ്പിച്ചു. ഒരു മനോഹരമായ ഹെഡറിലൂടെ നെതർലാൻഡ് സ്ട്രൈക്കർ ജോഷുവ സിർക്സി ആദ്യ ഗോൾ നേടി. Wonderful improvisation from Joshua Zirkzee, and on his first start for the Netherlands. ലീഡ് നേടിയ നെതർലാൻഡിന്റെ ആഘോഷങ്ങൾക്ക് അല്പായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മികച്ച കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ ബോസ്നിയ തിരിച്ചടിച്ചു. കളിയുടെ 27ാമത്തെ മിനിറ്റിൽ യെർമഡിൻ ഡെമിറോവിച്ചിലൂടെ ബോസ്നിയ സമനില നേടി. One chance, one goal for Ermedin Demirovic, who only ever scored one goal for Bosnia and Herzegovina. ആദ്യ പകുതി സമനിലയിൽ പിരിയാനിരിക്കെ ഇഞ്ചുറി ടൈമിലായിരുന്നു റെയിൻഡേഴ്സ് നെതർലാൻഡിന് ലീഡ് നേടിക്കൊടുത്തത്. Still Reinders, and this time he makes no mistake. Beautiful burst. രണ്ടാം പകുതിയിൽ ഒരൽപ്പം ഉണർന്നു കളിച്ച ബോസ്നിയക്ക് പക്ഷേ നെതർലാൻഡിന്റെ പോരാട്ട വീര്യത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാനായില്ല. കളിയുടെ 56ാമത്തെ മിനിറ്റിൽ വീണ്ടും നെതർലാൻഡ് സ്ട്രൈക്കർ കോഡി ഗാക്പോ നിറയൊഴിച്ചു. എങ്കിലും മത്സരത്തിന്റെ 73ാം മിനിറ്റിൽ ബോസ്നിയ മത്സരത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷ നൽകി. എഡിൻ ഡക്കോവിലൂടെ തങ്ങളുടെ 2ാമത്തെ ഗോളും നേടി. പക്ഷേ നെതർലാൻഡിന്റെ തുടർ മുന്നേറ്റങ്ങളെ തടുക്കാൻ ബോസ്നിയക്ക് കഴിഞ്ഞില്ല. 88ാമത്തെ മിനിറ്റിൽ വൗട്ട് വെഗോസ്റ്റും ഇഞ്ചുറി ടൈമിൽ സാവി സിമൺസും നെതർലാൻഡിന് വേണ്ടി ഗോൾ നേടിയതോടെ ബോസ്നിയയുടെ പതനം പൂർത്തിയായി. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.